കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നയന അടുക്കളയിലേക്ക് പോവാണ്. ഈ സമയത്ത് ആദർശ് ആ പുറകെ തന്നെ പോകുന്നുണ്ട്. ജലജ പറഞ്ഞു, നോക്കേട്ടത്തി പോകുന്ന പോക്കണ്ടില്ലേ, അവൾ എങ്ങോട്ട് പോയ അങ്ങോട്ട് തന്നെ അവൻ തിരിയുന്നേ. എപ്പം നോക്കിയാലും അവളുടെ സാരത്തുമ്പേ പിടിച്ച് നടക്കാനേ സമയമുള്ളൂ. അവന് നാണമില്ലെന്ന് ചോദിക്കുകയാണ്. ദേവേനിക്കൊന്നും മിണ്ടാനില്ല. ദേവേനൊന്നും മിണ്ടായിരിക്കാം. ഏട്ടത്തി ഇങ്ങനെ എല്ലാം കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ മാത്രം മതി കേട്ടോ. എപ്പം നോക്കിയാലും കാണാം അവന് നാണമില്ല. ഇങ്ങനെ മുമ്പൊക്കെയാണ് അടുക്കളയിൽ പോലും കയറാത്ത അവനാ. ഇപ്പോഴാണ്ട് എപ്പം നോക്കിയാലും അടുക്കളയിലെ കാണാനുള്ളെന്ന് പറയാണ്. ഇവിടുത്തെ ഏതെങ്കിലും ആണുങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ പോയി നിന്ന് ഏട്ടത്തി കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഏതെങ്കിലും പുരുഷന്മാരിങ്ങനെ അടുക്കളയിൽ വന്ന് നിന്നിട്ടുണ്ടോ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൾ അവനെ അങ്ങോട്ട് മയക്കെടുത്താന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അതിനിപ്പോൾ അടുക്കള കയറുന്നോണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? ഒരു കുഴപ്പമില്ല. ആണുങ്ങൾ കയറി നിർത്ത് ഒന്ന് അതിനെ സഹായിക്കാൻ ചെന്നായിരിക്കും മോന്. അതിനിപ്പോൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ജലജയെന്ന് പറയാണ്. ഈ സമയത്ത് അടുക്കളയിൽ എത്തുന്ന നയനയുടെ അടുത്തേക്ക് ആദർശം എല്ലുവാണ്. ആദർശം എന്നിട്ട് ചോദിച്ചു, അല്ല എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുക. നയന പറഞ്ഞു, എനിക്ക് ഒരു ഹെൽപ്പും വേണ്ട, ദൈവത്തെ ഓർത്ത് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി തന്നാൽ മാത്രം മതി എന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞ്? നിന്നെ സഹായിക്കാൻ വന്നേ നീ ഇങ്ങനെയൊക്കെയാണ് പറയണേന്ന് ചോദിക്കുകയാണ്. എനിക്ക് സഹായം ആവശ്യമില്ലെങ്കിലോ? ഞാൻ നിന്റെ ഭർത്താവല്ലേ? ഭർത്താവാണോ? എനിക്കൂടെ അങ്ങനെ തോന്നണ്ടേ ഭർത്താവാന്ന്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിലോ? എനിക്കിപ്പോൾ ആരുടെ ഒരു സഹായം വേണ്ട. എനിക്കിവിടെ തന്നെ ചെയ്യാനുള്ള ജോലികളൊക്കെ ഉള്ളൂ. ഞാൻ തന്നെ ചെയ്തോളാം. ഇത്രയും നാൾ ഞാൻ അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നേ. പിന്നെ ഇന്നെ ഒരു പ്രത്യേകത, അതിനൊന്നും ആവശ്യമില്ല എന്ന് പറയണം. ഇവളിനി എങ്ങനെയൊന്ന് കൊണ്ടുവരും? താൻ പറഞ്ഞാൽ എങ്ങനെ ഇവൾ കേൾക്കും? പറയാൻ പറ്റില്ല. ഇവളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. ഇവളുടെ ഉള്ളിൽ എന്തായിരുന്നു അറിയണം. ക്ഷേത്രത്തിൽ വെച്ച് എന്താ നടന്നതെന്ന് മുത്തശ്ശനോട് ഇവളെന്താ പറഞ്ഞതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് മുത്തശ്ശൻ തന്നോടിപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്ങനെ ഒരു ചിന്തയൊക്കെ ആദർശിൻ്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് ആദർശ് ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്തിങ്ങനെ നിൽക്കുകയാണ്. നയനയുടെ അടുത്ത് പോകുന്നേ ഇല്ല. ഈ സമയത്ത് നയനയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. നയന കോൾ എടുത്തു. ഹലോ പറഞ്ഞോന്നൊക്കെ പറയണം. നയനയുടെ ഫ്രണ്ടാണ് വിളിച്ചേ. ആണോ? അങ്ങനെയാണോ? ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കരുത് കേട്ടോ. നീ കട്ടയ്ക്ക് നിന്നോളാൻ പറയണം. അപ്പം ആദർശത്തിൽ എന്താ ഇവള് പറയുന്നേ? ഇവളുടെ ഏതോ ഫ്രണ്ടാണ് വിളിക്കുന്നത്. എന്തോ കാര്യമായിട്ടുണ്ട് സംഭവം എന്നിട്ടുണ്ട്. ഓഹോ, അമ്മായിമ്മയുണ്ടോ? രണ്ടുപേരും കൂടെ കൂട്ടാണോ? അപ്പം നീ അത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. നീ ഒരു കാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ പറയണം. ആഹാ, എന്നിട്ട് ശരിയായില്ലേ? അന്നൊരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ശരിയായില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ അങ്ങ് തീർത്ത് കളഞ്ഞേരെ. ഇനിയിപ്പോൾ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറയണം. പെട്ടെന്ന് ആദർശം പറഞ്ഞു, നയന നീ എന്തൊക്കെയാണ് ഫോണിൽ കൂടെ വിളിച്ച് പറയുന്നേ? നിനക്ക് എന്തൊക്കെയാണ് പറയണമെന്ന് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നയന പതുക്കെ ആ ഫോണും കൂടെ പതുക്കെ തലച്ചു പറഞ്ഞു, അതെ ഞാനിവിടെ വലിയൊരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് കയറില്ല കേട്ടോ എന്ന് പറയാണ്. ആദർശനം അങ്ങോട്ട് വല്ലാത്തൊരു പേടിയായിപ്പോൾ. ഇവൾ എന്തൊക്കെയാണ് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നത്? ഒരാളെ കൊല്ലുന്ന കാര്യമാണ് പറഞ്ഞു കൊടുത്തേക്കുന്നേ. ഇനിയിപ്പോൾ ഇവളിങ്ങനെയൊക്കെ ചെയ്യുമോ? നയനോട് നിനക്ക് പറ്റില്ലേ പറ, ഞാൻ വന്നിട്ട് ചെയ്യാം, മതിയോ? ഇങ്ങനെയുള്ളവന്മാരൊന്നും ഒരു നിമിഷം പോലും ഭൂമിക്ക് മീതെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ കട്ട കലിപ്പ് വെച്ചിട്ട് ഫോൺ വെക്കുക. അല്ല എന്താ പ്രശ്നം? നീ എന്തിനാ അങ്ങനെ ഇത്രയും ദേഷ്യപ്പെടുന്ന കേട്ടെ ഫോണിൽ കൂടെ? അതോ എൻ്റെ ഒരു ഫ്രണ്ടാ, അവളുടെ അമ്മായിമ്മയും ഹസ്ബൻഡും കൂടെ കൂട്ടി അവളെ ചതിക്കുമായിരുന്നു. ചതിക്കും എന്തിനാ? സ്നേഹം അഭിനയിച്ചേ. ഭർത്താവ് ഭയങ്കര സ്നേഹമായിരുന്നു ഭാര്യയോട്. അതെല്ലാം വെറുതെ ഒരു സ്നേഹം മാത്രമായിരുന്നു. അമ്മായിമ്മ പറഞ്ഞിട്ട് ചെയ്ത കാര്യങ്ങളാന്നൊക്കെ. അതെ, സത്യങ്ങളെല്ലാം അവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുമോ? ഓ അതാണോ? അതങ്ങ് ക്ഷമിച്ചു വിടാവുന്ന കാര്യമല്ലേ? അതൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഞങ്ങൾ ഭാര്യമാരെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഈ സ്നേഹത്തിന് വേണ്ടി ചതിക്കപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അത് നിസ്സാര കാര്യമല്ല. അതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിനക്കൊന്നും പറ്റില്ല, നീ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു രണ്ടിടത്തിന്. പിന്നീട് വരുന്ന കാര്യം പിന്നീടല്ലേ എന്ന് ചോദിക്കുകയാണ്. തേമി ഇവൾ ഇത്ര ക്രൂരയായിരുന്നോ? താനെങ്ങാനും ഇവളെ സ്നേഹിച്ച് ചതിക്കുകയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ കാര്യത്തിനൊരു തീരുമാനമാവും, തന്നെ ഇവൾ ഇല്ലാതാക്കും. അതൊക്കെ ഓർത്തപ്പോൾ ആദർശിലൊരു ഞെട്ടലുണ്ടായി. എന്നാലും ഇത്ര മാത്രം ക്രൂരമായിട്ട് പറയണ്ടായിരുന്നു നയനെന്ന് പറയണം. എന്താ ഇത് ഇച്ചിരി കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നേ. അവളുടെ ഭർത്താവും അമ്മായിമ്മേ അവനെയൊക്കെ ഉണ്ടല്ലോ, ഞാനായിരുന്നേ ഉണ്ടല്ലോ വെട്ടി തുണ്ടം ആക്കി ഇടുകയുള്ളൂ. ഇങ്ങനെ വിട്ടിട്ട് കാലില്ല. അല്ലെങ്കിൽ അവൻ എന്ത് പരിപാടി കാണിച്ചേ? കുറേ അവന്മാരുണ്ട് ഇങ്ങനെ. അതുപോലെ തന്നെ കുറേ അമ്മായിമ്മമാരും ഉണ്ട്. അവന്മാരെയൊക്കെയാണ് ആദ്യം പാഠം പഠിപ്പിക്കണ്ടേ. ഇതൊക്കെ പറഞ്ഞിട്ട് നയനയുടെ ദേഷ്യം കണ്ടിപ്പോൾ ആദർശം നയനയുടെ മറ്റൊരു മുഖമായിരുന്നു കാണുന്നത്. ഇവൾക്ക് എങ്ങനൊരു മുഖം ഉണ്ടായിരുന്നു ഓർക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, നയനവളെ ഇച്ചിരി വെള്ളം കൊണ്ടുവരാൻ പറയാണ് കുടിക്കാനായിട്ട്. അങ്ങനെ നയന വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നവ്യം മുറിക്കകത്ത് ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുക. ദൈവമേ, അടുത്ത ദിവസം ഇനിയിപ്പോൾ വളകാപ്പ് ചടങ്ങ് ഉണ്ടാവും. വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞിട്ട് തന്നെ വീട്ടിലേക്ക് ഞാനും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. ഇപ്പം എന്താ ഒരു പോംവഴി? അല്ലെങ്കിൽ ഈ വയറ് വീർത്ത് വരുവാന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ വയറിനകത്ത് കുഞ്ഞൊന്നുമില്ല. സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? വയറിലെ പാടെങ്ങാനും മാറ്റേണ്ട. ഈ പാടും വെച്ചുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ വളരെ കഷ്ടതയുള്ള കാര്യമാണ്.
ഇപ്പം ആടെങ്ങാനും ഇല്ലാതെ ഒരു നിമിഷങ്ങളിൽ അവരാരെല്ലാം കണ്ടുകൊണ്ട് തീർന്നു അതോടുകൂടി. പിന്നെ എന്ത് ചെയ്യും? ഗർഭം അലസിപ്പോയെന്ന് പറഞ്ഞാലോ? പക്ഷെ എങ്ങനെ? പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാലൊന്നും അവർ വിശ്വസിക്കില്ല. പെട്ടെന്ന് നയനെ അവിടെ കുറച്ച് ഗുളിക എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗുളിക എടുത്ത് അങ്ങോട്ട് കഴിക്കാം, എന്നിട്ട് ഗർഭം അലസിപ്പോയെന്ന് പറയാം. ഇനി റിപ്പോർട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഈ ഗുളിക കഴിച്ചുകൊണ്ടാന്ന് വന്നോളൂല്ലോ. അങ്ങനെ എടുത്ത് നയനെ കുറെ ഗുളിക അങ്ങ് എടുത്ത് കഴിക്കാൻ തുടങ്ങണം. പെട്ടെന്ന് ഓർത്ത് വേണ്ട, ഇതെങ്ങനെ കഴിച്ചാൽ തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ? വെളുക്കാൻ തയ്ച്ച് പാണ്ടായെന്നൊരവസ്ഥയായി പോവും. അതിൻ്റെ ആവശ്യമില്ല. വേറെ എന്താ ഒരു ഐഡിയ? ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്, അത് തന്നെ വർക്കൗട്ട് ആക്കാം എന്ന് കരുതിയിട്ട് നവ്യ ഇങ്ങനെ നോക്കിയിരിക്കണം. അതിന് പറ്റിയ സമയം വേണം. താഴെ പോയി നോക്കാം അവിടെ ആരൊക്കെ ഉണ്ടെന്ന്. അന്ന് ഓർത്തോണ്ട് മോള് സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ എല്ലാവരും ഇന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു. ഇത് തന്നെ പറ്റിയ അവസരം. സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് പതുക്കി ഉരുണ്ടുകൊണ്ട് താഴേക്ക് ചെല്ലാം. അങ്ങനെ ആ പോക്കോട് കൂടി തൻ്റെ ഗർഭം അലസിപ്പോയെന്ന് അവരെല്ലാം വിശ്വസിപ്പിക്കാം. അല്ലാതെ ഒരു പോമ്പഴിയും താൻ നോയിട്ട് കാണുന്നില്ല. അങ്ങനെ രണ്ടും കലിപ്പിച്ച് നവ്യ എന്ത് ചെയ്യുവാണ്? സ്റ്റെയർ കേസിന് അങ്ങോട്ട് വരുവാണ്. കാല് തെറ്റിപ്പോയതാന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പതുക്കെ സ്റ്റെയർ കേസ് കാല് തെറ്റിയിട്ട് താഴേക്ക് ഉരുണ്ടുരുണ്ട് വരുവാണ്. ഉരുണ്ടുരുണ്ട് വന്ന് താഴെ വന്ന് വീഴുവാണ്. ഈ സമയത്താണ് മുത്തശ്ശിവരെല്ലാം കാണുന്നത്. നയനെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നയനെ ഓടി അളിച്ച് അങ്ങോട്ട് വരുവാണ്. ഓടി അളിച്ച് വരുമ്പോഴത്തേനും നയന പിടിക്കാൻ വന്നപ്പോഴത്തേനും നയനയുടെ കാലങ്ങോട്ട് തട്ടുന്നുണ്ട്. പാവം നയന വേദനയൊന്നും അങ്ങോട്ട് കാര്യമാക്കിയില്ല. ഓടി നവ്യേച്ചിന്നും പറഞ്ഞ് വന്ന് നവ്യേച്ചിനെ പിടിച്ചേൽപ്പിക്കണം. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്ന് പിടിച്ചേൽപ്പിക്കും. ആർക്കും പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ലായിരുന്നു. നവ്യനെ പിടിച്ചെഴുന്നേപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നവ്യ ഒരു മോഹാലസ്യപ്പെട്ടിരിക്കുന്ന പോലെയാണ് തോന്നിയത്. അപ്പം നയനയ്ക്കൊരു ഡൗട്ടായി. ഇനിയിപ്പോൾ ചേച്ചിയുടെ അടവാണോ അത്? ഗർഭം ഇല്ലാതാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കുഞ്ഞിനെ കളയാനുള്ള. കാരണം എല്ലാവരും ഒന്ന് വിശ്വസിപ്പിക്കണമല്ലോ ഇതോടൊരു കുഞ്ഞ് അലസിപ്പോയെന്ന്. പറയാൻ പറ്റില്ല. ഇതൊക്കെയാണെങ്കിൽ ദൈവമേ ഡോക്ടറെ എങ്ങാനും വിളിച്ചുകൊണ്ട് പണി ആകെപ്പാടെ പാളും. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? ഒരു ഐഡിയ ഇല്ലല്ലോ. പെട്ടെന്ന് നയന പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് ഇച്ചിരി വെള്ളം കുടഞ്ഞു നോക്കാമെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞ് ഡോക്ടറെ വിളിക്കുക. ഡോക്ടർ വന്ന് പരിശോധിച്ച് നോക്കട്ടെ, കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയണം. ഈ സമയത്ത് നയന പറഞ്ഞേ അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല, നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് നോക്കുവാണ്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തെ നയമ്പയെ പയതൊക്കെ കഥനൊക്കെ തുറന്നു തുടങ്ങും. ഇനിയിപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി ചേച്ചിക്കെന്ന് പറയാണ്. നവ്യയ്ക്ക് ദേഷ്യം വന്നു. ഇവിടെ ആരും ഈ സമയത്ത് ഇങ്ങോട്ട് വിളിച്ചേ? അല്ലേലും എവിടെ എന്തെങ്കിലും താനെ കുതന്ത്രം ഒപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേന് അവൾ അങ്ങോട്ട് വന്നോളും. ആകെപ്പാടെ ഒരു പ്രതീക്ഷ ഇതായിരുന്നു. ഈ പ്രതീക്ഷ അസ്തമിക്കുവാന്ന് തോന്നേ. പതുക്കെ നവ്യനെ പിടിച്ച് ആ സെറ്റയിലേക്ക് ഇരുത്തുന്നുണ്ട്. മുത്തശ്ശി ചോദിച്ചു, ഇതൊക്കെ നീ എന്താ കാണിക്കണേ? നിനക്ക് ഒരു നോട്ടം ഇല്ലേ നവ്യയെ? നീ ഈ സ്റ്റെയറൊക്കെ ഇറങ്ങുമ്പോൾ നോക്കിയും കണ്ട് നടക്കണ്ടേ? പണ്ടത്തെ പോലെയല്ല, നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളെന്നുള്ള ചിന്തയെങ്കിലും വേണമെന്ന് പറയാണ്. അത് മുത്തശ്ശി ഞാൻ ഇനി കൂടുതലൊന്നും പറയണ്ട. എൻ്റെ ഭഗവാനെ ഒന്നും സംഭവിച്ചില്ലാന്ന് തോന്നേ. ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറയണേ. വേണ്ട മുത്തശ്ശി, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. നീ അങ്ങനെയൊക്കെ പറയും എന്ന് പറയാണ്. അപ്പോൾ ദേവേനയും പറഞ്ഞു അതാ ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും ഒന്നുകൊണ്ടും നല്ലത്. ജലജ പറഞ്ഞേ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നേ. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ഗർഭം എങ്ങാനും ഇപ്പം ഗർഭം കലങ്ങിയിട്ടുള്ള നല്ല കാര്യം. ഇനിയിപ്പം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഭഗവാനെ ഇതോടുകൂടി ആ ഗർഭം അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ഉദ്ദേശമൊക്കെയാണ് ജലജയുടെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷേ ജലജയ്ക്ക് അറിയത്തില്ലല്ലോ നവ്യയുടെ വയറ്റിലൊരു കുഞ്ഞില്ലെന്നുള്ള സത്യം. അതെങ്ങാനും ജലജ അറിയുവാണെങ്കിൽ ആ സെക്കൻഡ് നവ്യേനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കും. ജലജയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തുറുപ്പുചീട്ടായിരിക്കും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന ആദർശൻ അച്ഛൻ പറഞ്ഞ് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ഇങ്ങനെ ചേർന്ന് വീണാന്ന്. ഓ നവ്യയ്ക്ക് അല്ലെങ്കിലും ഒരു ശ്രദ്ധയില്ല. അല്ലെങ്കിൽ ഒരു കാര്യം, ഈ സമയത്തൊക്കെ പ്രഗ്നൻ്റ് ആയ പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ട് അടക്കോതുക്കോടെ വേണേൽ നടക്കണ്ടേ? അവൾക്ക് ആ ഒരു ചിന്തയില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു ഹോം നേഴ്സിനെ അവിടെ നിർത്താമെന്ന് പറയണം, അവളുടെ കാര്യങ്ങൾ മാത്രം നോക്കാനായിട്ട്. ഞെട്ടിപ്പോയി നവ്യ ഒരിക്കലും പ്രതീക്ഷയില്ല. ഹോം നേഴ്സ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും, തൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും. അത് പാടില്ല. നവ്യ പെട്ടെന്ന് പറഞ്ഞേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ തന്നെ മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവൾ നോക്കിക്കോളൂല്ലോ, നയന നോക്കിക്കോളൂ എന്ന് പറയാം. ജാനകി പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ? നയനയ്ക്ക് അവളുടെ അല്ലത്തണെങ്കിൽ ഇവിടെ 100 കൂട്ടം ജോലിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നവ്യ നിൻ്റെ കാര്യങ്ങൾ കൂടെ നോക്കാൻ അവൾക്ക് സമയമുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ഒരു കാര്യത്തിന് വിളിച്ചുകൊണ്ടിരിക്കുക. ആ പാവം എത്രയെന്ന് വെച്ചാൽ കിടന്ന് ഓടുന്നേ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറഞ്ഞു ഒരു നേഴ്സിനെ വെക്കാം, അത് തന്നെ നല്ലതെന്ന് പറയാണ്. ഈ സമയത്ത് ജലജയോട് ദേവേനെ വെച്ചു, അല്ല നിനക്ക് നോക്കിയാൽ പോരെ ജലജ അവളുടെ കാര്യങ്ങളൊക്കെ, എങ്കിലും അവൾക്ക് ഈ ആപത്തുകളൊക്കെ ഉണ്ടാവുമോ? അതെങ്ങനെയാ? മുമ്പ് അവളെ തട്ടിക്കൊണ്ട് പോയ സമയത്ത് ഇവിടെ എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തിയത്. ഓ എൻ്റെ കുഞ്ഞില്ലാതാവും, അവള് കാണാതെ എനിക്ക് ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അവൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇതായിരുന്നോ ജലജൻ്റെ ഉള്ളിലിപ്പോൾ? എല്ലാം നിന്റെ അഭിനയം മാത്രമായിരുന്നു, നിന്റെ മോൻ്റെ അല്ലേന്ന് ചോദിക്കുകയാണ്. ജലജ ആകപ്പാടപ്പെട്ട് എടുത്ത് എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കുകയാണ്. അല്ലേ പിന്നെ ഞാൻ എന്താ പറയണേ? നിനക്ക് അവളെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? അവളാണെങ്കിൽ വയറ്റിലുള്ള കുഞ്ഞുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെ നടപ്പ് എടുപ്പും. അവൾക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നതുകൊണ്ട് അവൾക്ക് അറിയത്തില്ലെന്ന് വെക്കാം. നിനക്കൊരു കുഞ്ഞു അവളുടെ ഉള്ളതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. അപ്പം
എന്തൊക്കെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആൾ നീയല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ നീ ഇപ്പം അവളോട് പറഞ്ഞു കൊടുക്കാൻ ചെന്നാൽ മതി, അവൾ എന്നെ പഠിപ്പിച്ചു വിടൂന്ന് പറയണേ. അതങ്ങനെയൊക്കെ തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് നിന്റെ മരുമോളല്ലേ, നിന്റെ മോൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നേ, അതിനെ നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ അവളുടെ വീട്ടുകാർ വേണേ വന്ന് കൊണ്ടുപോയി നോക്കട്ടെ എന്ന് പറയാം. വീട്ടുകാർ കൊണ്ടുപോയി നോക്കാനായിട്ട് അവരാണോ കൊണ്ടുപോയി നോക്കുന്നിപ്പം, അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ അവർ കൊണ്ട് നോക്കിക്കോളൂ എന്ന് പറയണം. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, ഇനി ഇപ്പം അധികം വൈകിക്കണ്ട, വളകാപ്പ് ചാടങ്ങ് അങ്ങ് വെച്ചേക്കാം, ഇപ്പം അതുകൂടെ കഴിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കനകയുണ്ടല്ലോ നോക്കാനായിട്ട്, നവ്യയുടെ കാര്യത്തിൽ കൂടുതലും കുറച്ചുകൂടെ ശ്രദ്ധിക്കുമെന്ന് പറയണം. ദേവേനി പറഞ്ഞു, ശരിയാ, സ്വന്തം വീട്ടിൽ വെച്ച് എന്താ ആവശ്യം വെച്ചാലും പിന്നെ കുഴപ്പമില്ല, ഈ കുഞ്ഞെങ്ങാനും പോയായിരുന്നെങ്കിൽ അവളുടെ അമ്മ ഇങ്ങോട്ട് പാഞ്ഞു പെറുക്കി വരും, അടുത്ത പ്രകടനമായിരിക്കും ഇവിടെ കിടന്നിട്ട്, അതൊന്നും ഇനി എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവളെ നല്ലപോലെ നോക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടാണെങ്കിൽ നന്ദു ഇങ്ങനെ കാത്തു നിൽക്കുവാണ് അനിക്ക് വേണ്ടിയിട്ട്. കുറേ സമയം ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് അനിയും അനാമികയും കൂടെ വരുന്നത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ നന്ദുവിന് വല്ലാത്തൊരു വിഷമമായിപ്പോയി. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദു ചോദിച്ചല്ല എന്താ രണ്ടുപേരും കൂടെ, അതൊരു സർപ്രൈസ് തരാൻ വന്നതല്ലേന്ന് ചോദിക്കണം. നന്ദുവിൻ്റെ മുഖം ആകെപ്പാടം മാറിപ്പോയി. പിന്നീട് കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അനാമികയോട് പറഞ്ഞു, അതെ ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ പറയണേ, ഇതെന്താ ഇത് നിനക്കുള്ള ഗിഫ്റ്റാന്ന് പറയണേ. എനിക്കിപ്പോൾ ഗിഫ്റ്റ് ഒന്നും വേണ്ടാന്ന് പറയാം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഗിഫ്റ്റ് സ്വീകരിക്കണം, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഗിഫ്റ്റാണ് തരുന്നതെന്ന് പറയണം. അനാമിക പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിപ്പിച്ചല്ലേ, അതുകൊണ്ടാണ് ഞാൻ അനിയോട് പറഞ്ഞു നമുക്ക് നന്ദുവിനൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്, അതുകൊണ്ടൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാന്ന് പറയണം. പക്ഷെ ആകെപ്പാടെ നന്ദു പെട്ടുപോയി. നന്ദുവിനാണ് സങ്കടം കരച്ചിലും ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയിച്ചില്ല, അനീനെ അനാമികനെ ഒരുമിച്ച് കണ്ടു കഴിയുമ്പോഴത്തേനും നന്ദുവിൻ്റെ ഉള്ളിൽ കിടന്ന് പിടയുവാണ്. ഇതിനിപ്പോൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റില്ല, ഗിഫ്റ്റ് മേടിക്കാതിരിക്കാൻ പറ്റില്ലോ, ഗിഫ്റ്റ് അങ്ങോട്ട് മേടിക്കണം. അല്ല എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് ചോദിക്കുകയാണ്. ഇതെന്താണെന്നോ നിനക്ക് ഇത്ര ധൃതി, ഇച്ചിരി സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. വേണ്ട എനിക്ക് തിരക്കുണ്ട്, അന്നൊരു കാര്യം ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പറയാം. വേണ്ട അത് ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിക്കോളാം. അത് കൊള്ളാം, എന്താണെന്നെങ്കിലും അതിനകത്തൊന്ന് അറിയണ്ടേ, ഒന്ന് ഓപ്പൺ ആക്കാൻ പറയണം. നന്ദു പിന്നീട് മനസ്സോടെ ഓപ്പൺ ആക്കുമ്പോഴത്തേന് അതിനകത്തൊരു സാരി ഇരിക്കുന്നുണ്ട്. നന്ദു പറഞ്ഞു, ഇതെന്താ സാരിയോ, ഞാനിതൊന്നും ഉടുക്കില്ലെന്ന് അറിയില്ലേന്ന് ചോദിക്കണം. പെട്ടെന്ന് തന്നെ അനി പറയാണ് അനാമികയോട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾ ഈ സാരി ഒന്നും ഉടുക്കത്തില്ല, അവളാണെങ്കിൽ ഒരു ബോയിനെ പോലെ നടക്കുന്നത് എപ്പോഴും, അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല, അവൾക്ക് വേറെ പല ആഗ്രഹങ്ങളും ഉണ്ടെന്ന് പറയാണ്. പക്ഷേ ഈ സമയത്ത് നന്ദു മനസ്സിൽ പറയും, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം അതൊന്നും അല്ല, നിന്നെ സ്വന്തമാക്കാന്നുള്ളതായിരുന്നു. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ, ആ സ്ഥാനമായി അനാമിക കയ്യേറിയില്ലെന്ന് ചോദിക്കണം. നന്ദുവിൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു. നന്ദു പറഞ്ഞു, എനിക്ക് ഈ ഗിഫ്റ്റ് വേണ്ടാന്ന് പറഞ്ഞാൽ തിരികെ അനാമയുടെ കയ്യിലേക്ക് കൊടുക്കുക. അതെന്താ ഗിഫ്റ്റ് വേണ്ടാത്ത, നിനക്കറിയാമല്ലോ ഞാനത് സാരി ഒന്നും ഉടുക്കത്തില്ല എന്നുള്ളത് എന്ന് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴത്തേനും അനി പുറകെ വരുവാണ്. അനി പുറകെ വന്ന് നന്ദുന്ന് വിളിക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി ഞാൻ വരാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.